ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നേ. ഇന്ന് സോമുന് ദൂരെയാണ് ജോലി, അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കണം. സോമുന് രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് പോകണം. അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. സ്കൂൾ അടച്ചതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് 5:30 ആയപ്പോൾ എണീക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു 6 മണി 6:30 ആ സമയത്തൊക്കെയാണ് എണീക്കുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ല, ഇനിയിപ്പം നേരത്തെ എണീറ്റ് തുടങ്ങണം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കറി അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഗ്രീൻ പീസ് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ തന്നെ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അത് രാവിലെ തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് മീൻ വറക്കാൻ വേണ്ടി ഇന്നലെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതെടുത്തിട്ട് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അമ്മ ജോലിക്കങ്ങ് പോകും. പിന്നെ അമ്മ പോകുമ്പോഴത്തേക്ക് അമ്മ അരിയൊക്കെ ഇട്ടിട്ടാണ് അമ്മ ജോലിക്ക് പോകുന്നത്. ഇന്നലെ നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അതിനുശേഷം നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിച്ചിട്ട് അത് കുറച്ച് കരിയാപ്പിലയും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും തക്കാളി, കിഴങ്ങ്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചത്. അത് വേവിച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. അതിനുശേഷം കുറച്ച് മസാല പൊടിച്ചതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കും. പിന്നിട്ട് നമ്മളിന്ന് പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് കാശിക്കും സിദ്ധുവിനും അവർക്ക് 2 പേർക്കും പാലപ്പം. നമ്മളിങ്ങനെ പാലപ്പവും അപ്പവും ഒന്നും എപ്പോഴും ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും ഇരിക്കുമ്പോഴേ ഇത് ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ മിക്ക സമയവും ഇവിടെ ദോശ ഇഡലി ആയിരിക്കും. കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം അതാണ്, ദോശ ഇഡലി. ഈ അപ്പമൊക്കെ കാശി അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ചായക്ക് ഞാൻ പാലും വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം ഒന്ന് സെറ്റാവാറായിട്ടുണ്ട്. ഞാനിങ്ങനെ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ എനിക്ക് മിക്കപ്പോഴും അത് കരിഞ്ഞാണ് കിട്ടാറുള്ളത്. ഇന്ന് എന്താണെന്നറിയത്തില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ റൗണ്ടിൽ ഉണ്ടാക്കാൻ എനിക്ക് റൗണ്ടിൽ ഉണ്ടാക്കാൻ അങ്ങനെ വരത്തില്ല. പിന്നെ ഏകദേശം തട്ടിക്കൂട്ടിയൊക്കെ ഞാൻ പാലപ്പം ഉണ്ടാക്കി എടുക്കും. പാലപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സിദ്ധു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു ഇന്ന് താമസിച്ചാണ് എണീറ്റത്. നല്ല മഴയായതുകൊണ്ട് അവർക്ക് നല്ല തണുപ്പല്ലേ, അപ്പോൾ അതൊക്കെ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് ഇന്ന് മത്തങ്ങയും പയറും കൂടി എരിശ്ശേരിയാണ്. അതും ഞാൻ രാവിലെ തന്നെ അങ്ങ് റെഡിയാക്കി. പിന്നെ നമ്മൾ രാവിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് കരുതിയാണ് രാവിലെ തന്നെ ജോലിയൊക്കെ അങ്ങ് ഒതുക്കി വെക്കുന്നത്. പിന്നെ സിദ്ധു എണീറ്റ് കഴിഞ്ഞാൽ സിദ്ധുവിന് ആദ്യം ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ചായയോ അവനത് മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് അവന് ചായയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാശിക്കുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിക്കുന്ന ആ സമയം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് സോമുന് ജോലിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്തായാലും തുടങ്ങിയതല്ലേ, കറികളെല്ലാം വെച്ച് രാവിലത്തെ പണിയെല്ലാം നമ്മളങ്ങ് ഒതുക്കി വെച്ചു. അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് വന്നിട്ട് സിദ്ധു എന്നോട് കഥകളൊക്കെ ഇങ്ങനെ പറയുവാണ്. നമുക്ക് തിരിയത്തില്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴത്തേക്ക് കാശി കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. കാശി ഇന്ന് മടി പിടിച്ച് കിടക്കുവാണ്. കാശി ക്ലാസ് ഉള്ള ദിവസമാണ്, ഇന്ന് പോകുന്നില്ല, മഴയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മടി പിടിച്ച് കിടക്കുവാണ്. പിന്നെ അതുകൊണ്ട് ഞാനും പറഞ്ഞു എന്നാൽ ഇന്ന് പോകണ്ട, അവനെ വാശി കയറ്റി കഴിഞ്ഞാൽ അവൻ പോകത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട, അടുത്ത ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് മഴയൊക്കെ ഒന്ന് തോന്നും. നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് വിറക് ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന്
ഷീറ്റൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ വിറക് അന്നേരം വെയിൽ കൊണ്ടുകൊള്ളുമല്ലോ എന്ന് കരുതി. അപ്പോൾ ഷീറ്റ് മാറ്റി കൊടുത്ത് ആ സമയത്ത് ഞാൻ മുറ്റം ഒന്ന് അടിക്കാമെന്ന് കരുതി. അങ്ങനെ മുറ്റം ഒന്ന് തൂത്തുവാരി എടുത്തിട്ടുണ്ട്. സിദ്ധുവും കാശി ഇവിടെ നിന്നായിരിക്കും എപ്പോഴും കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്രയും ഭാഗം നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്തിടുന്നത്. പിന്നെ രാവിലെ ഞാൻ കുറേ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വെയിൽ വന്നതുകൊണ്ട് ആ തുണിയൊക്കെ എടുത്തൊന്ന് വിരിക്കാമെന്ന് കരുതി. എൻ്റെ കൂടെ സിദ്ധു ഇറങ്ങിയിട്ടുണ്ട്. സിദ്ധു അവിടെ ഇവിടേക്ക് ഇങ്ങനെ നടക്കുവാണ്. എനിക്കാണെങ്കിൽ നല്ല പേടിയാണ് അവനെയും കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ. കാരണം ചുറ്റിനും പട്ടിയാണ്. അപ്പോൾ ഈ പട്ടി ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുമ്പം അവർ ഇങ്ങനെ ഓടി വരുമോ എന്നുള്ള പേടിയിൽ ഞാനിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കും. അവനെയും കൊണ്ട് വെളിയിൽ ഇറങ്ങുമ്പം കൂടെ ഞാനിങ്ങനെ കാണും. അവൻ എന്നെ ഒരു തരത്തിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കൊണ്ടിരിക്കും. അവൻ്റെ പുറകിന് ഞാൻ ഓടും. ഇപ്പോൾ ഇതിലെ പൈപ്പിൻ്റെ ചോട്ടിലോട്ടാണ് അവൻ ഓടിയിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് വെള്ളം പിടിച്ചിട്ട് വെള്ളം തുറന്ന് വിട്ടിട്ട് തല അതിൽ വെച്ച് ഇങ്ങനെ കഴുകും. അങ്ങനെ ഒരു തവണ കഴുകിയിട്ട് അവന് നല്ലതായിട്ട് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് അയ കെട്ടുന്നത്. കാരണം പുറയിൽ ഈ മരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല വെയിലൊന്നും അടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ പോയി ഗേറ്റ് അങ്ങ് അടച്ചിട്ടുണ്ട്. കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഓടും. ഒരു തവണ റോഡിൽ ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ചെടി നിൽക്കുന്ന, അത് വലിച്ചിളക്കിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഞാൻ പിന്നെയും വിളിച്ചിട്ടും പിന്നെയും അങ്ങോട്ട് തന്നെ അങ്ങ് പോവാണ്. തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് ഞാൻ നേരെ പോയി രണ്ടുപേരെ അങ്ങ് കുളിപ്പിച്ചെടുത്ത്. ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർക്കും മടിയാവും എനിക്കും മടിയാവും കുളിപ്പിക്കാൻ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇവരെ രണ്ടുപേരെ അങ്ങ് കുളിപ്പിക്കും. അത് കഴിഞ്ഞ് ഞാൻ സിദ്ധുവിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സിദ്ധുവിന് ഞാനാണെങ്കിൽ ബോട്ടിലിനകത്ത് ഇപ്പം പശുവും പാലൊക്കെ ഇപ്പം ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പശുവും പാൽ കൊടുക്കാമെന്ന് കരുതിയിട്ട് സിദ്ധുവിനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. അപ്പം ആ ബോട്ടിലിൻ്റെ നിബിളിന് നല്ല വലിയ ഹോളായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇച്ചിരി പാല് കളഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഒത്തിരി അങ്ങ് പോയി. പിന്നെ കുറച്ച് നേരം അവൻ അവിടെ കിടന്ന് പാല് കുടിച്ചുകൊണ്ട് അവിടെ കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതപ്പം രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും താഴെ നടക്കുന്ന സമയത്ത് നമുക്കൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും വാരി വലിച്ചിട്ടിരിക്കും. ഈ ഒരു സെറ്റിൽ ഞാനൊരു ദിവസം 100 വട്ടം ആ ഷീറ്റ് വിരിച്ചിടും. പക്ഷേ ഇവന്മാർ അതിൽ കയറി ആ ഷീറ്റ് വലിച്ച് താഴെ കളയുകയും അതിങ്ങനെ എപ്പോഴും വലിച്ചു വാരി ഇട്ടിരിക്കും. അപ്പോൾ ടേബിളിൻ്റെ അടിയിൽ നിന്ന് കാശിക്കൊരു ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി 2 പേർക്കും ആ ഒരു ബോൾ മതി. ആ ഒരു ബോളിനായിരിക്കും ഇനി ഇവിടെ അടി നടക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനം ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി 2 പേർക്കും. അങ്ങനെ കാശി ഒട്ട് കൊടുക്കത്തുമില്ല, സിദ്ധു ഒട്ട് കൊടുക്കത്തില്ല, 2 പേരും കണക്കാണ്. അങ്ങനെ അവന്മാർ അവിടെ നിന്ന് അടിയിടുന്ന സമയം കൊണ്ട് ഞാൻ കുറേ നേരമായ വെള്ളം കുടിച്ചിട്ട് എനിക്ക് ഒരു ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ബോട്ടിലിനകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കും വെള്ളം. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നമുക്ക് കുറേ പാത്രങ്ങൾ, രാവിലെ ഫുഡ് കഴിച്ച പാത്രങ്ങളും ഒക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് സിദ്ധുവിന് കുറുക്കുണ്ടാക്കണം. അപ്പം ഞാൻ പനക്കൽക്കണ്ടം ഇങ്ങനെ വെള്ളത്തിൽ അലിയിച്ചെടുക്കും. ഒന്ന് തിളപ്പിച്ച് അലിയിച്ചെടുക്കും. എന്നിട്ട് അരിച്ചാണ് ഞാൻ കുറുക്കിനകത്ത് ഒഴിക്കുന്നത്. അതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിടാം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കുറുക്കുണ്ടാക്കുന്നത്. എനിക്ക് ഇവന് അങ്ങനെ വലുതായിട്ട് കുറുക്കൊന്നും കഴിക്കാറില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെ കുറുക്കുണ്ടാക്കാറുള്ളൂ. കുറുക്കുണ്ടാക്കിയാൽ തന്നെയും പകുതിയും വേസ്റ്റാണ്. അങ്ങനെ കുറുക്ക് വലിയ താല്പര്യമില്ല. കൂടുതലും ഈ എരിവിനോടാണ് അവന് താല്പര്യമുള്ളത്. ഈ കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1-2 സ്പൂൺ കുടിക്കും, ബാക്കി തുപ്പിക്കളയും. പിന്നെ എന്നാലും ഞാനിങ്ങനെ ഇച്ചിരി ചില ദിവസങ്ങളിൽ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കും. അപ്പം നല്ല മൂഡിലായിരിക്കുന്നെങ്കിൽ അങ്ങ് കുടിക്കും, ഇല്ലെങ്കിൽ തുപ്പിക്കളയും. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന പഞ്ഞിപ്പുല്ലിൻ്റെ കുറുക്കാണ്. അപ്പം ഞാനതിങ്ങനെ നമ്മളിങ്ങനെ ആ പഞ്ഞിപ്പുല്ലിൻ്റെ കുറുക്കുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറുക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സിദ്ധു പിന്നെ ബുക്കും സ്കെച്ചും, അതാണ് ഇപ്പോൾ അവൻ്റെ മെയിൻ പരിപാടി. ചേട്ടൻ്റെ പഴയ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് നമുക്ക് ഒരു അമ്മ കിടക്കുന്ന റൂം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കിടക്കുന്ന റൂം അത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് അതിൽ വെച്ചിരിക്കുന്നത്. ആ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഈ ഒരു റൂമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ
കളിപ്പാട്ടവും ആയാലും പിന്നെ നമ്മുടെ അപ്പുറത്തെ റൂമിൽ ഇരുന്ന അലമാരി എല്ലാം ഇവിടെ കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശിക്കും സിദ്ധുവിനും ഫുഡ് കൊടുക്കണം. അപ്പോൾ അവന്മാർക്ക് 2 പേർ കൂടി ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി സിദ്ധുവിനെ ഞാൻ വിളിച്ചിട്ട് സിദ്ധു ഒരു ശകലം വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ കാശിക്ക് ഫുഡ് കൊടുത്തു. കാശി ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിരട്ടി ഇരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല. നമ്മൾ പിന്നെ വൈകുന്നേരം ആയപ്പം ചായയും ബജ്ജിയാണ് കഴിച്ചത്. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്ക്. അപ്പോഴത്തേക്ക് നല്ല മഴക്കോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് നമ്മൾ രാവിലെ കഴുകിയിട്ട തുണിയെല്ലാം ഒന്ന് പറക്കി മടക്കി അങ്ങ് കൊണ്ടുപോകാമെന്ന് കരുതി. കാരണം ഒരു ലോഡ് തുണി അകത്ത് മടക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കങ്ങ് മടക്കി കൊണ്ടുപോകാമെന്ന് കരുതി. അത്രയും എൻ്റെ ജോലി കുറഞ്ഞിരിക്കുമെന്ന് കരുതിയാണ്. അങ്ങനെ ഞാൻ കാശിയെ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വാടാന്ന് വിളിക്കുകയാണ്. പക്ഷേ അവൻ ഒരു തരത്തിൽ വരുത്തൊന്നുമില്ല. അവനിങ്ങനെ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ അവന്മാരിങ്ങനെ ഓടിച്ചാടി നടക്കുവാണ്. അപ്പോഴത്തേക്ക് നല്ല കാറ്റും കോളും ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അതങ്ങ് പോവുകയും ചെയ്ത്. കാറ്റ് കോള് കൊണ്ടുപോകാമെന്ന് പറയത്തില്ലേ, അതുകൂട്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കോളങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ മുറ്റം തൂക്കാമെന്ന് കരുതി ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് പിന്നെയും മഴക്കോളായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീടാണ്. അപ്പോൾ ഇത് കുറേ നാളായി, ഏകദേശം ഒരു 6 വർഷത്തോളമായി ഈ വീട് ഇങ്ങനെ പെയിൻ്റ് അടിക്കാതെ കിടന്നിട്ട്. അപ്പം നമ്മുടെ അച്ഛനുള്ള സമയത്ത് അച്ഛൻ കാശ്മോൻ്റെ 28 കെട്ടിൻ്റെ 2 ദിവസത്തേക്ക് മുമ്പ് അടിച്ചതാണ് പെയിൻറ്റ്. പിന്നീട് ഒരു 6 വർഷമായി ഇപ്പം. പിന്നീട് ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടില്ല. നമ്മൾ ഈ വീടിനകത്തൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കും. പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടില്ല. ഇനിയും പെയിൻ്റൊക്കെ അടിച്ച് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കിടക്കുന്ന റൂം. അപ്പം ഞാൻ രാവിലെ വൈകുന്നേരവും നമ്മൾ റൂമെല്ലാം ക്ലീൻ ചെയ്യും. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും ഒരു അരമണിക്കൂർ പോലും ഇങ്ങനെ വൃത്തി കിടക്കത്തില്ല. ഇവന്മാരെന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളും പേപ്പറും ഇങ്ങനെ വാരി വലിച്ചിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് മൈൻഡ് ചെയ്യാനേ പോകത്തില്ല. എന്നാലും ഞാനെല്ലാം അടുക്കി പറക്കി ഒതുക്കി വെക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. പിന്നെ പിള്ളേരല്ലേ, അവരും ഇങ്ങനെ കളിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ ഒന്നും പറയത്തൊന്നുമില്ല. അതിനുശേഷം സിദ്ധു ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ സിദ്ധുവിനെ മേലൊക്കെ കഴിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് TV വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവന് കഴിക്കാനുള്ള ഫുഡ് കൊടുക്കണം. കുറച്ച് നേരം അവൻ TV കണ്ട് അവിടെ ഇരിക്കും. അന്നേരം നമുക്കിനിയും ഒന്ന് പുറത്തോട്ടൊക്കെ പോകണം. അപ്പോഴത്തേക്ക് ഞാൻ മേല് കഴുകി വന്നിട്ടുണ്ടായിരുന്നു, റെഡി ആയിട്ടുണ്ടായിരുന്നു പുറത്ത് പോകാൻ വേണ്ടി. അപ്പം നമ്മുടെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.